ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. RAS ബോധി നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ കണ്ടന്റുകൾ, വീഡിയോകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ കമൻറ്റുകൾ കൊണ്ട് കമൻറ്റ് ബോക്സ് സമ്പന്നമാക്കാറുണ്ട്. കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത, ഷെയർ ചെയ്ത, ലൈക്ക് ചെയ്ത, വീഡിയോ കാണാത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ ഈ ക്ലാസ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കുക. അപ്പോൾ ടീം RAS ബോധി നിങ്ങളിലേക്ക് സിലബസിനെ അടിസ്ഥാനമാക്കിയ പുതിയ കണ്ടന്റുകളെല്ലാം അവതരിപ്പിക്കുന്നു. എൻ്റെ പേര് രാഖിൽ RS. മറ്റൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് സിവിക്സിൻ്റെ സിലബസിൽ പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയാണ് ഇന്ന് പരിശോധിക്കുന്നത്. എന്താണ് പരിശോധിക്കുന്നത്? പൊതുഭരണം അല്ലെങ്കിൽ പൊതുഭരണം നടപ്പിലാക്കാൻ നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥ വൃന്ദം. ഈ രണ്ട് ടേമുകൾ അറിയാത്തവരല്ല നിങ്ങൾ. എന്താണ് പൊതുഭരണം? ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കാൻ മനുഷ്യ വിഭവവും ഭൗതിക സാഹചര്യങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പൊതുഭരണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നു പൊതുഭരണം. ശരിയല്ലേ? ഈ ഒരു രാജ്യത്ത് പൊതുഭരണം നടപ്പിലാക്കാൻ ആ രാജ്യത്ത് ലഭ്യമായ വിഭവങ്ങളെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെട്ടു. ശരിയല്ലേ? ഉദ്യോഗസ്ഥ വൃന്ദം പൊതുഭരണം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അഴിമതി, കറപ്ഷൻ. അഴിമതി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ശരിയല്ലേ? അഴിമതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അധികാരം കൂടുന്തോറും അഴിമതിയുടെ റേഞ്ച് കൂടുമോ കുറയുമോ? അധികാരം കൂടുന്തോറും അഴിമതിയുടെ റേഞ്ചും വർദ്ധിക്കുന്നു. ശരിയല്ലേ? അടുത്ത കാലത്ത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഒരു സിനിമയാണ് എമ്പുരാൻ. നിങ്ങൾ കണ്ടു കാണും. വിവാദമായി മാറിയ ഒരു സിനിമ കൂടിയാണ്. എമ്പുരാനിൻ്റെ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കമൻറ്റ്. എന്താണ് കമൻറ്റ് എന്നല്ലേ? യൂണിവേഴ്സലായി അഴിമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ക്വാട്ടാണ്. അതിങ്ങനെയാണ്: പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. സിനിമ കാണാത്തവരാണെങ്കിൽ കാണുമ്പോൾ ശ്രദ്ധിക്കുക. കണ്ടവരാണെങ്കിൽ ടൈറ്റിൽ കാർഡിൽ ഒന്നും കൂടി നോക്കുക. ഈ ഒരു കമൻറ്റ് കിടപ്പുണ്ട്. എന്താണ്? പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ദുഷിപ്പിക്കുന്നു, പരമാധികാരം ഒരുവനെ ദുരാചാരിയാക്കുന്നു എന്ന് പറയുന്നു. അപ്പം അധികാരം ദുഷിപ്പിക്കുന്നു, പരമാധികാരം പരമാവധി ദുഷിപ്പിക്കുന്നു എന്നൊക്കെ പറയാം അല്ലേ? പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ലോർഡ് ആക്ഷൻ. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യവും പൊതുഭരണവും ഉദ്യോഗസ്ഥ വൃന്ദമൊക്കെ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് അഴിമതി. ശരിയല്ലേ? അഴിമതി ഇല്ലാത്തൊരു പൊതുഭരണം ഇന്ത്യയിൽ സാധ്യമാണോ? ആണല്ലേ? അഴിമതി ഇല്ലാത്തൊരു പൊതുഭരണം പോസിബിൾ ആണ്. അങ്ങനൊരു സങ്കല്പമുണ്ട്. ഏതാണ് അതിൻ്റെ പേര്? അഴിമതിയില്ലാത്ത പൊതുഭരണത്തെ വിളിക്കുന്ന പേര് സദ്ഭരണം, ഗുഡ് ഗവേണൻസ് എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ ഏതോ ഒരു ദിവസം ദേശീയ സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. എന്നാണെന്നല്ലേ? ഡിസംബർ 25. അതെ, ക്രിസ്മസ് ദിനത്തിൽ തന്നെ മറ്റൊരാളിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന, കാർഗിൽ യുദ്ധസമയത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച, അൽഷൈമേഴ്സ് ബാധയെ തുടർന്ന് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിന്ന് പിൻവാങ്ങിയ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി, ഞാൻ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം വ്യക്തമായി കഴിയും. ആര്? AB വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയിയുടെ അദ്ദേഹത്തോട് ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ് ഡിസംബർ 25. ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ മറക്കരുത്, ദേശീയ സദ്ഭരണ ദിനം. കണ്ടോ? നാഷണൽ ഗുഡ് ഗവേണൻസ് ഡേ. അപ്പോൾ അഴിമതിയില്ലാത്ത സുതാര്യവും കാര്യക്ഷമവുമായ പൊതുഭരണത്തെ വിളിക്കുന്ന പേരാണ് സദ്ഭരണം. ഓക്കെയാണല്ലോ? ഏതൊരു ദുഷിച്ച ഭരണത്തെയും, ഏതൊരു മോശപ്പെട്ട ഭരണത്തെയും നല്ലൊരു ഭരണം, സദ്ഭരണമാക്കി മാറ്റാൻ 6 വജ്രായുധങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, കേട്ടിട്ടുണ്ടോ? ഈ പരീക്ഷയുടെ ആദ്യഘട്ട പ്രിലിമിനറി പരീക്ഷയ്ക്ക് കേരള PSC ചോദിച്ചൊരു ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സദ്ഭരണത്തിൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തതെന്ത് എന്നൊരു ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സദ്ഭരണത്തിൻ്റെ ലക്ഷ്യത്തിൽ അന്ന് ഉൾപ്പെടാത്തത് നെപ്പോട്ടിസം എന്ന ആശയമായിരുന്നു. നെപ്പോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വജനപക്ഷപാതം. കേട്ടിട്ടില്ലേ? അപ്പോൾ എന്തെല്ലാമാണ് സദ്ഭരണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ? ഒന്ന് കേട്ടുകൊള്ളുക, റൂൾ ഓഫ് ലാ എന്ന് പറയും, അല്ലെങ്കിൽ നിയമവാഴ്ച. റൂൾ ഓഫ് ലാ അല്ലെങ്കിൽ നിയമവാഴ്ച. രണ്ടാമത്തെ ആശയം സുതാര്യതയാണ്, ട്രാൻസ്പെറൻസി. ഓക്കെ. മൂന്നാമത്തെ ആശയം എഫിഷ്യൻസി അഥവാ കാര്യക്ഷമത. നമ്മൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ദുർഭരണത്തെ അല്ലെങ്കിൽ നശിച്ച ഭരണത്തെ അല്ലെങ്കിൽ ദുഷിച്ച ഭരണത്തെ സദ്ഭരണമാക്കി മാറ്റാനുള്ള 6 ആശയങ്ങൾ. സദ്ഭരണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നാണ്? 1 നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലാ, 2 സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി, 3
കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി. കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി. നാലാമത്തെ ആശയം ഉത്തരവാദിത്വം എന്ന് പറയും, അഥവാ അക്കൗണ്ടബിലിറ്റി. ഓർത്ത് വയ്ക്കുക, ഉത്തരവാദിത്വം അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി. അഞ്ചാമത്തെ ആശയമാണ് യുനാനിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അഭിപ്രായ ഐക്യം. യുനാനിമിറ്റി അഥവാ അഭിപ്രായ ഐക്യം. ആറാമത്തത് ഇൻക്ലൂസീവ്നെസ് അഥവാ പങ്കാളിത്തം. ഈ 6 ആശയങ്ങളാണ് സദ്ഭരണത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെന്ന് അറിയപ്പെടുന്നു. കിട്ടിയല്ലോ? അപ്പോൾ ഏതൊരു ദുഷിച്ച ഭരണത്തെയും സദ്ഭരണമാക്കി മാറ്റാൻ ഉള്ള 6 ആശയങ്ങളാണ്: 1 നിയമവാഴ്ച, 2 സുതാര്യത, 3 കാര്യക്ഷമത, 4 ഉത്തരവാദിത്വം, 5 അഭിപ്രായ ഐക്യം, 6 പങ്കാളിത്തം. റൂൾ ഓഫ് ലോ, ട്രാൻസ്പെറൻസി, എഫിഷ്യൻസി, അക്കൗണ്ടബിലിറ്റി, unanimity and inclusiveness are the 6 factors of good governance. സദ്ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ മനസ്സിലായോ? അപ്പോൾ എമ്പുരാനിൽ പറഞ്ഞതുപോലെ പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ദുഷിപ്പിക്കുന്നു, പരമാധികാരം പരമാവധി ദുഷിപ്പിക്കുന്നു. പറഞ്ഞത് ലോർഡ് ആക്ഷനാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.